ഹായ് ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. ജസ്ന സലീം എന്നാണ് എൻ്റെ പേര്. അപ്പം നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒരു കമൻറ്റ് വരുന്നുണ്ട്. ആ കമൻറ്റിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇനിയെങ്കിലും തരണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ കാര്യം ഒരിക്കലും പുറം ലോകം അറിയരുത് എന്നുള്ള ഒരു ആ, കാര്യവും കൂടി ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഈ ഒരു ഇപ്പം നിലവിൽ അറിയേണ്ടത് ആർക്കാന്ന് വെച്ചാൽ ഒരു മണിക്കാണ്. അപ്പോൾ ഈ മണിക്ക് പറയേണ്ടത് എന്താന്ന്, ആ മണിക്ക് അറിയേണ്ട കാര്യം മണീൻ്റെ ഫോട്ടോ സഹിതം ഞാനിവിടെ വെച്ചേക്കാം. മണി, ഞാനിതാരും അറിയരുതെന്ന് വിചാരിച്ചു കുറേ കുറേ കാലമായി എൻ്റെ വീടിൻ്റെ ഹാളിൽ ഈ ഒരു രഹസ്യത്തെ ഞാൻ ആ, അടച്ചു പൂട്ടിയിട്ടതാണ്. പക്ഷെ നിങ്ങളിങ്ങനെ നിരന്തരം ചോദിക്കുമ്പോൾ എനിക്കതിനുള്ള ഉത്തരം തരാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പലരും ഈ മണിയല്ല, ബാക്കി പലരും CBIക്കൊക്കെ അന്വേഷണം കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്ക് ആ ഒരു അപേക്ഷയാണ് നിങ്ങളോട്. നിങ്ങൾക്ക് വിവരം അറിഞ്ഞാൽ പോരെ? നിങ്ങളത് മേലുദ്യോഗസ്ഥന്മാരെ അറിയിച്ച് പരാതി കൊടുത്ത് CBIക്കൊക്കെ അന്വേഷണം കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അപ്പം മണി ചോദിച്ചിരിക്കുന്നത്, ഇവൾക്ക് ഹസ്ബൻഡ് ഉണ്ടോ? ഉണ്ട്. ദാ താലിമാല സഹിതം ഹസ്ബൻഡ് ഉണ്ട്. സലീം എന്ന് കണ്ടില്ലേ? ഉണ്ടെങ്കിൽ അയാൾ എവിടെ? അയാളെ ഞാൻ കൊന്നു എന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറച്ചൊന്ന് ആക്റ്റീവായ അന്ന് തുടങ്ങിയിട്ടുണ്ട് സലീമിന ഞാൻ കൊന്നു കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട്. നാളെ റീസെൻ്റ്ലി ഒരു 10 15 20 ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ SP ഓഫീസിലേക്ക് ഒരുത്തനെ വരവേൽപ്പിച്ചിരുന്നു സൈബർ ടീം. അപ്പം സൈബർ ടീം അവനും അറിയേണ്ടത്, ഒന്നാമത്തെ കാര്യം എൻ്റെ കുട്ടിയുടെ പിതൃത്വമായിരുന്നു. രണ്ടാമത്തെ കാര്യം സലീമിനെ ഞാൻ എന്തിന് കൊന്നു എന്നുള്ളതായിരുന്നു. അപ്പം അവന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂല. കാരണം പറഞ്ഞു തന്നാൽ നിങ്ങളത് പോലീസുകാരോട് പറയൂലേ? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം, ഞാൻ എവിടെ കുഴിച്ചിട്ടു എന്നുള്ളത്. എൻ്റെ വീടിൻ്റെ ഹാളില് കാര്യമായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ വന്നെങ്ങാൻ പിക്കാസും പടന്നയും ഒക്കെ എടുത്ത് കൊണ്ടുവന്നൊന്ന് കൊത്തി നോക്കി, ഇവിടെ ഇല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, എന്നും ഇതിവിടെ ഉണ്ടാവൂലേ. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ പണി അവിടെ മറ്റേ കോൺക്രീറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ ബോഡി എടുത്ത് അവിടെ കൊണ്ടുപോയി വെക്കും. അതാണ് കാരണം. എന്താ വെച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരിക്കലും അന്വേഷണം പോവില്ല. നേരെ മറിച്ച് വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ പോവുമല്ലോ. അപ്പോൾ ഹസുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ എവിടെ? എന്ത് പറ്റി എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. ഞാൻ കൊന്നു കുഴിച്ചിട്ടു. ഇതെല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ല? എൻ്റെ പുയ്യാപ്പിളിന നിങ്ങളാരും സോഷ്യൽ മീഡിയ കാണാണ്ടിരിക്കുമ്പോഴേക്കും നിങ്ങൾ പറയുന്ന ഒരു ഡയലോഗില്ലേ, അതൊക്കെ എല്ലാവരും അങ്ങ് കമൻ്റ് ഇട്ട് കാണിച്ചു കൊടുക്കി. ഓളെ പുയ്യാപ്പിളിനെ ഓളങ്ങ് കൊന്നു എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പം എൻ്റെ പുയ്യാപ്പിളിനെ ഞാൻ അങ്ങ് കൊന്നോലെ, അതൊക്കെ ഇപ്പം എന്താ കുഴപ്പമുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യും, കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനാണ് എൻ്റെ വീടിൻ്റെ ലൊക്കാലിറ്റിയിൽ വരുന്നത്. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ. അവിടെ വിളിച്ചിട്ട് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കി. അതായത് ജസ്ന സലീം എന്ന വ്യക്തിയുടെ ഭർത്താവായ അബ്ദുൽ സലീം കേട്ടോ, വെറും സലീം അല്ല, അബ്ദുൽ സലീം. പിന്നെ പുളിയിരിക്കുന്നത്ത് ഹൗസ്, കുറുവങ്ങാട് പോസ്റ്റ്, കൊയിലാണ്ടി. എത്ര നാൾ മുതലപ്പോൾ കാണാതായത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാം. ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന കാലം തൊട്ടിട്ട് എന്ന് വെച്ചാൽ 2016 തൊട്ടിട്ട് അബ്ദുൽ സലീമിനെ കാണാനില്ല എന്നുള്ള ഒരു പരാതി നിങ്ങൾ കൊടുക്കണം. ഇതിനു മുമ്പ് ഒരുത്തൻ പറഞ്ഞിട്ടുണ്ട് CBIക്ക് അന്വേഷണം പോകുന്നു. അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാനിവിടെ കുഴിച്ചിട്ട വിവരം അവരറിയൂലേ? നിങ്ങളെന്ത് മനുഷ്യന്മാരെ. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടാണേ പിന്നെ ഞങ്ങളിവിടെ കുഴിച്ചിട്ട് കാണൂലാലോ. അപ്പോൾ സലീമിന് എന്ത് പറ്റി? സലീം എവിടെ?
സലീം എന്ന് പറഞ്ഞ ഒരാളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് സലീമിനെ ഞാൻ കൊന്നു കുഴിച്ചിട്ടു. ഇതാണ് സത്യാവസ്ഥ. അറിയാത്തവരുണ്ടെങ്കിലൊക്കെ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി നാളെ തന്നെ ഓരോരുത്തരായിട്ട് ഞാൻ ഈ പറഞ്ഞ കൊയിലാണ്ടി സ്റ്റേഷൻ പരിധിയിലാണ് ഞാൻ വരുന്നത്. സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് പരാതി കൊടുത്തോളൂ. സലീമിനെ കാണാനില്ല. കറക്റ്റ് കൊടുക്കണേ. 2016 തൊട്ടിട്ട് സോഷ്യൽ മീഡിയ കാണാനില്ല. കാരണം 2016ലാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത്. അന്ന് തൊട്ടിട്ട് കാണാനില്ല. ഇനി നാട്ടുകാരാരോ കാണാറുണ്ടോ എന്നുള്ളതൊക്കെ നാട്ടുകാരോട് ചോദിക്കുക. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇനി കുട്ടികളെ വാപ്പനെ കാണാറുണ്ടോ എന്നുള്ളതും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് കുഞ്ഞുങ്ങളോട് ചോദിക്കണം. അപ്പം നിങ്ങൾ എന്താക്കുക? നിങ്ങൾ വേഗം പോയിട്ട് ഒരു പരാതി കൊടുക്കുക. ഇനിയിപ്പോൾ സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്ന് വെക്കുക. നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് ഞാൻ ചെലവും ചോദിച്ച് വരുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ പേടിച്ചാൽ പോരെ? വരാത്തടുത്തോളം കാലങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആ പേര് ഞാനൊരു താലിയൊക്കെ ഇട്ടിട്ടുണ്ട്. സലീം തന്നെ പേര്, മാറ്റിയിട്ടൊന്നുമില്ല. നിങ്ങളെ വീട്ടിൽ ഞാൻ ചെലവിന് വരാത്തടത്തോളം നിങ്ങളൊക്കെ ഇങ്ങനെ ടെൻഷൻ ആവണമെങ്കിൽ ഇനി നിങ്ങൾക്കൂടി ഇതിൽ പല പങ്ക്. ഇല്ലല്ലല്ല, അതെനിക്ക് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, കുറേ കാലമായി നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. ഞാൻ സലീമിനെ കൊന്നു കുഴിച്ചിട്ട് പോലും. നമ്മൾ ജീവിക്കുന്നത് വെള്ളരിക്ക പട്ടണത്തിലാണല്ലോ, അല്ലാതെ കേരളത്തിലൊന്നും അല്ലല്ലോ. കുറച്ചെങ്കിലും വിവരമുണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു. ഇനി സലീമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആൾക്കാർ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതിപ്പെടുക. കൊയിലാണ്ടിയാണ് പോലീസ് പരിധി വരിക. SP ഓഫീസ് വരെ വടകരയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സലീം എവിടെ എന്നുള്ള ആ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ മാർക്കിന് ഒരു ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലോ അല്ലെ SP ഓഫീസിലോ അല്ലെ മുഖ്യമന്ത്രിക്കോ ആയിട്ട് നിങ്ങൾ പരാതി കൊടുക്കുക. ഇങ്ങനൊരു വ്യക്തിനെ കാണാനില്ല. കാണാനില്ല എന്നല്ല, ഞങ്ങൾ കാണുന്നില്ല എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇങ്ങനൊരു വ്യക്തിനെ കാണുന്നില്ല, അതിനാൽ കണ്ടുകിട്ടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു പരാതി കൊടുക്കുക. കേട്ടോ മണിച്ചേട്ടാ? അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരാതി കൊടുത്തിട്ട് സലീം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് തരുമോ പ്ലീസ്? വീടിൻ്റെ EMI പ്രാവശ്യം അടിച്ചിട്ടില്ല, ഒന്ന് കണ്ടുപിടിച്ച് തരുമോ പ്ലീസ്? അപ്പം കണ്ടുപിടിച്ചിക്കാൻ മൂപ്പരടുത്ത് സംസാരിക്കുമ്പോൾ വീടിൻ്റെ EMI മാസത്തോടെ ഒന്നടയ്ക്കാൻ പറയുമോ പ്ലീസ്? അല്ല പിന്നെ എനിക്ക് മാപ്പിള ഉണ്ടെങ്കിലും ഇല്ലേലും നിങ്ങൾക്കൊക്കെ എന്താ? നിങ്ങളൊന്നും പറയാൾക്ക് ചിലവിന് വരുന്നില്ലല്ലോ ഞാൻ. അതുകൊണ്ട് നിങ്ങളെ പോലെയുള്ള പെണ്ണുങ്ങൾ അല്ലെ ചേട്ടന്മാർ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് തപ്പി നോക്കി നിൽക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ എൻ്റെ മാപ്പിള എവിടെ പോയി നോക്കി നിൽക്കേണ്ട ഒരാവശ്യമില്ല. എനിക്കും എൻ്റെ മക്കൾക്കും ഇല്ലാത്ത വേവലാതി ഉണ്ടോ നിങ്ങൾക്ക് മാണ്ടാന്നേ. ഒരു 3 പെങ്ങന്മാരുണ്ട്. ഈ 3 പെങ്ങന്മാർക്ക് ഒരു ദണ്ണം ഞാൻ കണ്ടിട്ടില്ല. 4 ഏട്ടന്മാരുണ്ട്. 4 ഏട്ടന്മാർക്കും ദണ്ണല്ല. പിന്നെ ആർക്ക് ദണ്ണോ? ഓൻ്റെ മക്കൾക്കില്ല, ഭാര്യക്കില്ല, പെങ്ങന്മാർക്കില്ല, ഏട്ടന്മാർക്കില്ല, നാട്ടുകാർക്കില്ല. നോട്ട് ദ പോയിന്റ്. അയൽവാസികൾക്കില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് മാത്രം ഓനെ കാണാഞ്ഞിട്ട് എന്തത്ര വേവലാതി? എന്തായാലും SP ഓഫീസിലേക്കോ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്കോ എത്രയും പെട്ടെന്ന് പരാതി പോയിക്കോട്ടെ. സലീമിനെ കാണാനില്ല എന്ന് പറഞ്ഞത് പോണം. CBIക്ക് ഒരു അന്വേഷണം അങ്ങ് വിട്ടേക്ക്, അവർക്കൊരു ജോലി ആയിക്കോട്ടെ. പിന്നെ തെളിവ് വേണ്ടിയവർ ഒരിക്കൽ കൂടി പറയാം, ഈ ഹാളിൽ ഉണ്ട് കേട്ടോ, ഞങ്ങൾക്കൊരു കൂട്ടായിട്ട്. ഓക്കെ, ടാറ്റാ, ബൈ.